അളയാടേ എന്തൊക്കെ വിശേഷം? സുഖായിട്ടിരിക്കണാ? എന്റെ വേറെ ഒന്നുമില്ലല്ലോടാ. അടുക്കള അടുപ്പിന് പുറത്ത് ഞാൻ വെല്ലം വിളിച്ചാ മര കേട്ടാ. ആ ഇവിടുത്തെ സ്നേഹത്തോടെ കാര്യം സംസാരിക്കാൻ വിളിച്ചപ്പോ മുടക്കണ നീ കഴിച്ചിട്ട് പോടാ. അല്ല പിന്നെ ബോറടിച്ചിരുന്നപ്പോൾ തന്നെ സമാധാനമായിട്ടൊന്ന് കത്തി വെക്കാന്ന് പറഞ്ഞ് വിളിച്ചപ്പോ അവൻ അതിലും വലിയ ചൊറി. നല്ല വലാതി. ഇങ്ങനെയുള്ള കൂട്ടുകാരുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ശാപം. എന്നൊന്ന് വിളിക്കല്ലേ ചെമ്മ. ചേട്ടാ എന്ത് ചേട്ടാ രാവിലെ തന്നെ ദേഷ്യത്തിലാണല്ലോ. ഓടി ഒന്നും പറയണ്ടേ. മറ്റേ വയില്ലേ നവീന്, അവനെ ഞാനൊന്ന് വിളിച്ചതാ. എടാ എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണോന്ന് അറിയാൻ വേണ്ടിട്ട്. അവൻ എടുത്ത് വായിക്ക് പറയണ നീ ഇപ്പൊ എപ്പോ നോക്കിയാലും അടുക്കള അടുപ്പിന് പുറത്ത് കയറി ഇരിക്കല്ലേ എന്ന്. സത്യമല്ലേ? അതാ അവന് കൊടുക്കണ്ടാത്ത ബാക്കി ഞാൻ നിനക്ക് ഞാൻ തരിഞ്ഞേ. ചേട്ടാ എന്ത് എനിക്കൊരു സാധനം കിട്ടി. എന്തൊരു സാധനം? എന്തടി പോയ വേറെ ബുക്ക് വായിക്കാനുള്ള മൂടൊന്നും അല്ല ഞാൻ ഇപ്പൊ. വായിക്കാനല്ല, ഇതിനകത്തൊരു സംഭവം ഉണ്ട്. എന്തോ സംഭവം? തുറന്നു നോക്ക്, തുറന്നു നോക്ക്. കഷ്ടം, വല്ല മയിൽപ്പീലും വല്ലതും വെച്ചിട്ടുണ്ടാവും. പൈസ 2000 രൂപ ശിവചേച്ചി ഉടുപ്പിച്ച് വെച്ചാ അവളുടെ ബുക്കാ. 2000 രൂപ അവളുടെ കയ്യിലുണ്ടായിട്ടാണ് ഇന്നലെ ഞാൻ അവളുടെ 200 രൂപ വെച്ചപ്പോ അവളെന്നെ ആട്ടിവിട്ടറി. ചേട്ടാ ശിവചേച്ചി ചെന്നൈയിലായിരുന്നപ്പോഴേ എല്ലാരും ശിവചേച്ചിക്ക് പൈസ അയച്ചു കൊടുക്കുമായിരുന്നു. ചിറ്റപ്പം വരെ പൈസ അയച്ചു കൊടുക്കാറുന്നാ ഞാൻ കേട്ടെ. എന്നിട്ട് അതിന്റെ കണക്കൊന്നും ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. മക്കളെ ശിവ, നീ കൊള്ളാം കേട്ടോ. ഇതങ്ങ് എടുക്കേട്ടാ. ഈ പൈസ കളി എന്റെ ഇരിക്കട്ടെ. ഇത് വെച്ച് ഞാൻ ഒരു കളി കളിക്കും. ചേച്ചി എങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാലേ ഞാനേ തന്നെന്ന് പറയല്ലേ. ചേച്ചി അങ്ങനെ അറിയാൻ നീ പറയായിരുന്നു. ചേച്ചി അറിയൂല മക്കളെ. നീ നോക്കിക്കോ, ഈ 2000 രൂപ വെച്ച് ചേട്ടൻ കള്ളത്തരത്തിന് പ്രോത്സാഹിപ്പിച്ചോട്ടാ. സംഭവമൊക്കെ ശരിയല്ലേ. ഇത് അവളുടെ ബുക്കായോണ്ട് ഞാനങ്ങ് ക്ഷമിച്ച്. എന്റെ ബുക്കൊല്ലാം ആയിരുന്നെങ്കിൽ. ചേട്ടന്റെ ബുക്കിനകത്ത് എന്തിരിക്കുന്നു? ശരിയുണ്ട്. മുട്ടായി മേടിക്കാൻ കളക്ഷണം. ഒന്നുമില്ല. ചേച്ചിക്ക് എന്താ പറ്റി? എനിക്കെന്തോ പറ്റാൻ? ആ പറച്ചില്ലേ എന്തോ ഉണ്ടല്ലോ. എന്തുണ്ടാവാനടി? ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ കൊള്ളാം. നിങ്ങൾ എവിടെ പോയിരുന്ന? ഇവിടെ വന്നിട്ട് പറയുക കുഞ്ഞുമോ നമുക്ക് ഇപ്പൊ അങ്ങ് നടക്കാൻ പോവാന്ന്. നടന്ന ഗേറ്റ് പറയും ഇനിയും മുന്നോട്ട് പോന്ന്. കടയിൽ എത്തിയപ്പോഴാണ് ഈ കാര്യം മനസ്സിലായത്. കൊച്ചിന് മുട്ടായി വേണം, അതിനാണ് നടക്കാൻ ഇറങ്ങിയത്. ശിവ, എനക്ക് പിള്ളേർക്ക് കൊച്ചു മുട്ടായി മേടിച്ചു കൊടുത്ത എന്താ? എടേ എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷെ കയ്യിൽ 5ന്റെ പൈസ വേണ്ടേ. പാവം ശിവ അല്ലേ മക്കളെ. പാറു ഭയങ്കര പാവ. 5ന്റെ പൈസ ഇല്ലാതൊക്കെ എങ്ങനെ ഒരു മനുഷ്യൻ ജീവിക്കും? കേശുമാമന്റെ കയ്യിൽ എവിടുന്ന് മക്കളെ പൈസ? എന്തോ കള്ളത്തരമുണ്ട്. എടേ ഞാനും ചോദിക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. എനിക്കേ പൈസക്ക് ഇച്ചിരി അത്യാവശ്യമുണ്ട്. നിന്റെ കയ്യിൽ ഫണ്ട് വരെ ഇരിപ്പുണ്ടോ? എന്റെ കീരത്ത്. കീരത്താ? ഇങ്ങനെ കാര്യം ചെയ്, പടത്തോണ്ട് കിളച്ചങ്ങ് നാട്. വെള്ളം എടുക്കുമ്പോ നമുക്ക് വിൽക്കാം. എന്തൊരു ശിവ സീരിയസ് ആയിട്ട് ചോദിക്കുമ്പോ പിന്നെ എന്റെ കയ്യിൽ പൈസ അല്ലേ? കേസു കട്ടൻ ചായ. ആഹാ, താങ്ക് യു ആന്റി. ആന്റി, ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴേ ആന്റി ഓരോ മണിക്കൂർ കൂടുമ്പോ കട്ടൻ ചായ ഉണ്ടോ തരണ എന്തിന്? അച്ഛന് കൊടുക്കുന്ന പോലെ എനിക്കതേ പരിഗണന എന്നെ. ആന്റി എന്തിനാണ് ആന്റി ഇവന് ഓരോ മണിക്കൂർ കട്ടൻ ചായ കൊണ്ട് കൊടുക്കുന്നത്? അവനക്ക് പിടിക്കും കട്ടൻ ചായ. പിടിക്കാൻ ഒന്നും അല്ല. അവരൊരു ആൺകുട്ടി ആയതുകൊണ്ട് ആ ഒരു പരിഗണനയാണ് ആന്റി ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്നും ഇവിടെ നടക്കൂല കേട്ടല്ലോ. അത് തന്നെ. നിനക്കെന്തരീ കനകാന്റി ഒന്നും പറഞ്ഞല്ലോ കേട്ടല്ലോ. അയ്യോ, അവൻ ആന്റിയെ സോപ്പിട്ടാൻ കുപ്പിയിലാക്കി വെച്ചേക്കുവാ. പിന്നെ എനിക്ക് എന്റെ ആന്റിയെ കുപ്പിയിലാക്കേണ്ട കാര്യമൊന്നുമില്ല. எதுக்கு இப்படி சண்டை போடணும்? உனக்கு கட்டன் காப்பி தானே பிடிக்கும்.
நான் இப்ப போய் கட்டன் காப்பி கொண்டு എനിക്ക് വേണ്ട. അവന് കൊടുത്തോണ്ടല്ലേ ഇപ്പൊ എനിക്ക് തരാൻ പോകുന്നത്. அல்ல சிவா, உனக்கு வேணா நான் உனக்கு போட்டு கொண்டு தருவேன். அவ்வளவுதான். வா ബാ കുടിക്കാം. வா. ബാ ചുടുങ്ങു. உனக்கு வேணுமா? ഓ உனக்கு வேணுமா? வேண்டாம், நான் வேண்டாம். ഇവിടെ മക്കളെ എന്താടേ? ഒരു 100 രൂപ എടുക്കാൻ കാണൂടി? ഇല്ലടേ. ഇല്ലല്ലേ? ശരി നീ പോകോ. ഇവിടെ മക്കളെ എന്തിനാണ്? ഒരു 50 രൂപ എടുക്കാൻ കാണൂടാ? ഇല്ലടാ. എന്നാ പോക്കോടാ. ശിവാടേ മക്കളെ ഒരു 50 പൈസ കാണുവോടാ? നിന്റെ മെറിലോട് ചോദിക്കടാ. ചോദിക്കാൻ അതിന്റെ 50 പൈസ. ചേട്ടാ ഓ 20,000 രൂപ. 20,000 രൂപ നീ കൊണ്ടുവന്ന് തന്നേക്കണം. 2,000 രൂപ കൊച്ചേ. നീ അത് വായി മുറ്റോണ്ട് മിണ്ടാതിരുന്നാ മതി, ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. പോയി നീ ആ കാര്യം മറന്നേക്ക് കേട്ടാ, മറന്നേക്കേ. ആ എനിക്കിപ്പോ അവള് മറന്നു കാണൂ. ആ അറിയേ പിന്നെ ഇതേ വേണ്ട, നിന്റെ തന്നാ നീ എളുപ്പം ചീത്തയായി പോവും. ഇത് വെച്ച് ഞാനൊരു ഫുൾ അമ്മമ്മ കുഴിപ്പള്ളത്തെ ഇപ്പൊ വലിയ വെപ്പും കൂടിയൊന്നുമില്ല. അതെന്താ? അവിടെ ഉള്ളവരൊന്നും ആഹാരം കഴിക്കത്തില്ലയോ? അതല്ലടോ, പഴയതുപോലെ വലിയതായിട്ട് ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ലെന്നേ. அது என்ன லட்சு? அப்ப அவங்க மத்தியானத்துக்கு காலையில எல்லாம் என்ன சாப்பிடுவாங்க? കാലയില അവിടുത്തെ അമ്മ വല്ല 5 അപ്പോ അച്ഛനും കൂടെ ചേർത്ത് വല്ല 5 അപ്പം, പിന്നെ കല്ലൂനൊരപ്പം, മൊത്തം ഒരു 6 അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. പിന്നെ ഉച്ചയ്ക്ക് അപ്പുറത്തൊരു കുഞ്ഞു കടയുണ്ട് വീട്ടിലെ ഊണൊക്കെ കിട്ടുന്നത്, അവിടെ നിന്ന് ഒരു ഊണ് മേടിക്കും. പിന്നെ രാത്രി വല്ല ഗോതമ്പ് ദോശയോ ചപ്പാത്തിയോ അതും ഇതേപോലെ 5-6 എണ്ണം ഉണ്ടാക്കി കഴിക്കും. അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ മീനോ ഇറച്ചിയൊക്കെ മേടിക്കും. അമ്മമ്മ ഉച്ചക്ക് എന്താണ് കഴിക്കാൻ? പച്ചടി, കിച്ചടി, പരിപ്പ്, അവിയൽ, തോരൻ, മെഴുക്ക് വരട്ടി, കാളൻ, ഓലൻ, സാമ്പാർ, അവിയൽ, പിന്നെ എല്ലാം വിളമ്പി കഴിഞ്ഞ് ആ വാഴലയുടെ അറ്റത്ത് ഒരു മീൻ വറുത്തതിന്റെ കഷ്ണം കൂടെ വെച്ച് തരും. മതിയാ? അയ്യോ, സിദ്ധുളിയും വല്ല കാലത്ത് നാട്ടിൽ വരുമ്പോഴത്തേക്കും ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്ന സാധനങ്ങളുടെ ലിസ്റ്റാണോ ചേച്ചി ഇത്? ഇതേ കൊച്ചെ, ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് സിദ്ധുവിനെ പരാമർശിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് നിർത്തിക്കോ. പിന്നെ ഇനി കുഴിപ്പുളത്ത് പോകുമ്പോഴത്തേക്കും ഞാനും കൂടെ വരുന്നുണ്ട്. കാരണം അവിടുത്തെ അമ്മ അച്ഛനെ കണ്ടിട്ട് കുറെ നാളായി, ഒന്ന് കാണണം. സിദ്ധുളിനെ കാണുന്ന കാര്യമൊക്കെ ഞാൻ പിന്നെ മറന്ന്, അത് നടക്കാൻ പോകുള്ള എന്തായാലും ഇപ്പോഴും. നീ അങ്ങനെ പറയല്ലേ, അത് എന്റെ ചേച്ചിയുടെ മൊത്തം നീ അങ്ങനെ പറയല്ലേ. ചേച്ചി എന്തൊക്കെ വഴിപാട് നടത്തേക്കുന്നത് അറിയോ? അവളുടെ തന്തപ്പൊടി, അതായത് സിദ്ധു അളിയെ നാട്ടിലോട്ട് വരാൻ വേണ്ടി ചേച്ചി 101 ശയന പ്രദക്ഷിണോ വേറെ എന്തൊക്കെ ചെയ്തേക്കണേ? ആ പിന്നെ എന്റെ തലയ്ക്ക് ഓളല്ലേ അവനെ കാണാൻ വേണ്ടിട്ട് ഞാൻ 101 സൈന്യ പ്രദക്ഷിണ ചെയ്യാൻ. ഞാനവ ശയന പ്രദക്ഷിണം എന്ന് പറയാറില്ല. ഓടാ കടന്ന് വെറുതെ മനുഷ്യനെ വിഷമിപ്പിക്കാൻ വേണ്ടി ഓരോന്നൊക്കെ പറയുന്നു. ചേച്ചി ഒരു ദിവസല്ലേ കേശുവേട്ടൻ സിദ്ധോളിയനെ വിളിച്ച്, സിദ്ധോളിയനെ എടുത്തില്ല. ആ ദേഷ്യത്തിൽ കേശുവേട്ടൻ പറയുക അവിടെ സിദ്ധോളിയൻ ഏതോ പെണ്ണിനെ കെട്ടി ജീവിക്കുകയാണ്. ഞാൻ ഈ മറ്റേ തമാശക്ക് എങ്ങാണ്ട് പറഞ്ഞത് കാര്യം. ആ ഇങ്ങനെ തമാശക്ക് പറയുന്ന കാര്യങ്ങളാ പലപ്പോഴും കാര്യമായിട്ട് വരുന്നത്. നമ്മുടെ ബാലനില്ലയോ? ഇത് മറ്റേ KSEB ബാലമാമനാ? ആ ബാലൻ. ആ ബാലന്റെ ഒരു അകന്ന ബന്ധു ഉണ്ടല്ലോ, സുഭാഷ്. ഏത് കുഴി പോയ സുഭാഷ? ആ സുഭാഷ് അല്ല, ഇത് വേറെ സുഭാഷ്. അവൻ വർഷങ്ങളായിട്ട് ഗൾഫിലായിരുന്നല്ലോ. നാട്ടിലാണെങ്കിൽ അവന് നല്ല ഒന്നാന്തരം ഒരു ഭാര്യയും 2 മക്കളും ഇല്ലയോ. അവൻ ഗൾഫിൽ പോയിട്ട് വരുന്നില്ലെന്നേ, കുറേ കാലമായിട്ടും വരുന്നില്ല. അപ്പൊ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് അവൻ അവിടെ വേറെ ഭാര്യയും മക്കളും ഉണ്ടെന്ന്. அச்சோ, அந்த பொண்ணு அரபியாமா? അറബിയാണോ അമേരിക്കക്കാരിയാണോ ഇംഗ്ലണ്ടുകാരിയാണോ ഒന്നും എനിക്കറിയത്തില്ല. ആ നാട്ടിലറിഞ്ഞ് ഭയങ്കര സീനായെന്നേ. സീനായ നല്ല പ്രശ്നമായെന്ന്. എന്നിട്ട് പിന്നെ അവിടുത്തെ എന്തോ അംബാസഡറോ അവരെയൊക്കെ വിളിച്ചു പറഞ്ഞു. അങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയാണ് അവനെ നാട്ടിൽ കൊണ്ടുവന്നത്. അംബാസഡറിനെ വിളിച്ചു പറഞ്ഞിട്ട് അംബാസഡർ എന്തെങ്കിലും ബന്ധുവാ? എടി നമ്മുടെ രമേശനില്ലയോ, മെമ്പർ രമേശൻ. ആ രമേശൻ എംബസി ആയിട്ടൊക്കെ ഭയങ്കര പിടിപാടാന്ന് അയാളെ വിളിച്ചു പറയുകയൊക്കെ ചെയ്തത്. തള്ളിയങ്ങ് വിടുകയാണല്ലേ, മയൊക്കെ ഉണ്ട്. അംബാസഡറിന് വേറെ വേലയില്ല, മറ്റേ സുമേഷ് രമേശ് അങ്ങനെ ഭാര്യയെ പിടിച്ചു കൊടുക്കില്ലല്ലേ അവർക്ക് പണി. എടാ ഇത് ബാലന്റെ ഭാര്യ തന്നെ എന്നോട് വന്ന് പറഞ്ഞ കാര്യമാ. ഒരു തള്ളുവണ്ടി ഒന്ന് വേറൊരു തള്ളുവണ്ടിയോട് പറഞ്ഞു. വെറുതെ ലക്ഷ്യേച്ചി വിഷമിപ്പിക്കാതെ. ഇനി അങ്ങനെ കാണും ഉണ്ടായ സിദ്ധോളയും വന്ന് ചേച്ചിയെയും കല്ലുനെ വന്ന് കാണും.
കൈ മടക്കൊന്ന് തന്നാണ്ടല്ലോ പടവലത്തെ നടുമുറ്റത്ത് പോയി കിടക്കും കേട്ടാ. ഇല്ലേച്ചി, അമ്മമ്മ പറഞ്ഞാലും കാര്യമുണ്ട്. നമുക്കൊരു 1 മാസം കൂടെ കാത്തു നോക്കാം. എന്നിട്ടും അളിയൻ വരാൻ ചാൻസ് ഇല്ലെങ്കിലേ നമുക്ക് മറ്റേ രമേശ് മെമ്പറുടെ അടുത്ത് പറഞ്ഞിട്ട് ഒന്ന് അംബാസഡറിനെ വിളിക്കുന്നതായിരിക്കും നല്ലത്. ആ അതായിരിക്കും നല്ലത്. കണ്ട, അതാണ്. എവിടെ നിന്ന് അമ്മൂമ്മ വരുന്നു? അതെ 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 അതെ. അല്ല, നമുക്ക് ഈ വിഷയം ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും കുറച്ച് ഐസ്ക്രീം കഴിച്ചാലോ? മിഠായി മേടിക്കാം. എന്ത് പറയാണ്? മകളെ മിഠായി മേടിക്കാ. ആ പക്ഷേ പൈസ ഉണ്ടായിരുന്നു, ഇതൊക്കെ ചെയ്യായിരുന്നു. ശിവ, നിന്റെ ഉണ്ടാടി? എടാ, നിനക്ക് എന്തടേ ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവൂല. എന്റെ കയ്യിൽ കാശില്ല. ഞാൻ ഇവിടെ കാശിന് വേണ്ടി നട്ടം തിരിഞ്ഞിരിക്കുക. അതാണെങ്കിൽ എന്നോട് നട്ടം തിരിയണ്. അല്ല, ഞാൻ ഐസ്ക്രീം മേടിച്ചത് മക്കള് തിന്നു. ആ, എന്താ നീ വാങ്ങിച്ചെന്നിരിക്കുന്നത് തിന്നാൻ കുഴപ്പം? കഴിക്കുമല്ലോ അല്ലേ? പിന്നെന്ത്? ആ ശരി, എന്നാ പിന്നെ ഞങ്ങള് പോയി ഐസ്ക്രീം മേടിച്ചോണ്ട് വരാം. എന്താ പറയണ? ആ ബാ പോവാ. കേശു എനിക്കും വേണം. എല്ലാവർക്കും ഞാൻ മേടിക്കും, എല്ലാവർക്കും ഞാൻ മേടിച്ചു തരും. ഐസ്ക്രീം മേടിക്കാൻ പോവാ. ഇവിടെന്തോ കാശ് തറഞ്ഞിട്ടുണ്ടല്ലോ ചെക്കന്. ആ ഇപ്പൊ കഴിയാൻ നല്ല രസമായിരിക്കും ചേട്ടാ. നല്ല രസമായിരിക്കും. ആ മുട്ടായി തിന്നിട്ട് നാക്കെല്ലാം കൂടെ ഒരുമാതിരി ഞഞ്ഞാവിഞ്ഞ ഇരിക്കുമല്ലേ ഇപ്പം. അത് മാത്രമല്ല, റോട്ടി വെച്ച് ഐസ്ക്രീം കഴിക്കണ്ട, വീട്ടിൽ പോയിട്ട് കഴിച്ചാൽ മതി. അത്ര കൊതു പാടില്ലല്ലോ. ഇപ്പം 250 രൂപ ഐസ്ക്രീം മേടിച്ചിട്ട് ബാക്കി 1750 രൂപ ഉണ്ട്. ചേട്ടാ 600 രൂപയ്ക്ക് നമുക്ക് ഐസ്ക്രീം വാങ്ങിച്ചാൽ മതിയായിരുന്നു. 600 രൂപയ്ക്ക് ഒരു കാര്യം 2000 രൂപയ്ക്ക് അങ്ങ് മേടിക്കാം. ഓടിക്കണം. ഒറ്റയടിക്ക് നമ്മളുള്ള എല്ലാ പൈസയും എടുത്ത് ചിലവാക്കി കഴിഞ്ഞാൽ നമ്മൾ പ്രശ്നത്തിലാവും. അവള് ഇത് മറന്നു വെച്ച പൈസയാണെങ്കിൽ കോളടിച്ച് കൊറേ ഐസ്ക്രീം മേടിക്കുക. അവളുടെ പൈസക്ക് മേടിച്ച ഐസ്ക്രീം അവളെ കൊണ്ട് ഞാൻ തീറ്റിക്കും, അത് ഉറപ്പാ. മുറിയില് വാ വാ വാ, ഇറങ്ങി വാ ഇവിടെ. മിഠായിയാ? വാ. എനിക്കില്ല കല്ല് മിഠായി. അത് ശരി, മിഠായി ഇല്ല, എന്റെ ചേച്ചിക്ക് ഐസ്ക്രീം ഉണ്ട്. നീ ഇതൊക്കെ മേടിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയോ, വരുന്ന വഴിക്ക് എല്ലാ സാധനങ്ങളും മേടിച്ച് തിന്ന് തീർത്തിട്ടാ വരത്തുള്ളൂ എന്ന്. ചേച്ചി അങ്ങനെ ടോക്ക്? എന്റെ ചേച്ചിക്ക് തരാതെ ഞങ്ങള് കഴിക്കൂ? സ്പൂണില്ലേ? മകളെ എന്നാ കഴിയണോ? അമ്മ തരും. കേശേ, മഴയൊക്കെയാണ്, തണുപ്പും, പിള്ളേർക്ക് തണുത്തതൊക്കെ കൊടുക്കണോ? എന്റെ പൊന്നോ, ഇന്നാ കഴിച്ചോ. പനി ചുമക്കേണ്ടി വരുമ്പോ ഞാൻ തന്നെ ഓടാം ആശുപത്രിയിലോട്ട്. എവിടെ എവിടെ അവളോടെ? ആരാ? ശിവാനി എവിടെ? അവളെ അടുക്കളയിലുണ്ടോ? ശിവ, മക്കളെ മക്കളെ ശിവ, ഓടി വാടാ. എന്തുവാ? ഐസ്ക്രീം എനിക്കില്ലേ? എന്റെ ശിവമൊക്കെ ഒന്നൂടെ കഴിയട കഴിയട. നിനക്ക് 2 ഉണ്ട്. എന്താ അവക്ക് മാത്രം 2? അവക്ക് അങ്ങനെ നിനക്ക് എവിടെ എന്തോന്ന് കാശ്? അതൊക്കെ ഉണ്ട്. നീ വല്ല കാറ്ററിംഗ് പരിപാടിക്കും പോയാ? കാറ്ററിംഗിന്റെ വല്ല പരിപാടിക്കും പോയാന്ന്? അതൊക്കെ ഭാഗീരഥ ദൈവ ബുക്ക് തുറന്നു തരും. ഭാഗീരഥ ദൈവ വരെയും തരുമല്ലോ. എന്തുവാടാ ചേച്ചി, ഇന്നെന്താണ് ഉച്ചക്ക് സ്പെഷ്യൽ? ഇന്നോണ് സ്പെഷ്യല് സ്ഥിരം അവിയല്, സാമ്പാർ, തോരൻ, പിന്നെ ഭാഗ്യം ഉണ്ടെങ്കിൽ 1 മുട്ട പൊരിച്ചതും 1 പപ്പടവും. എന്നാലും കുറച്ച് കടുപ്പത്തിന് സ്പെഷ്യൽ വല്ലതും വേണം കേട്ടാ, അല്ലേ ശരിയാവില്ല. ഉച്ചക്ക് കഴിക്കാൻ സുഖം വേണ്ടി. അതിന് ലച്ചു ചേച്ചി കനിയണം. എന്താ? ലച്ചു ചേച്ചിയെ കനിയണം. ആ, ലജ്ജു ചേച്ചി കനിഞ്ഞതാണ് കഴിഞ്ഞ ദിവസം അടുപ്പത്ത് 2 കിലോ മട്ടൻ ഇരുന്ന് കരിഞ്ഞത്, ഓർമ്മയുണ്ടാ? അതൊരു മയത്തില് കരിയായിരുന്നെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തെങ്കിലും കഴിക്കായിരുന്നു. അതിപ്പോ ചെയ്യാനും പറ്റിയില്ല, കൊണ്ട് കളയട്ടേം വന്ന്. അല്ല പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആ പട്ടിക്ക് കൊടുക്കാൻ വേണ്ടി തന്നു വിട്ടോ, നീ അത് തിന്നാ? 2000 രൂപയുടെ മട്ടൻ പട്ടിക്ക് കൊടുക്കാൻ എനിക്ക് മനസ്സൊന്നുമില്ല ചേച്ചി. നീയൊക്കെ എവിടെന്ന് വരുന്നടാ? ഇപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ആരോട് ചോദിച്ചത്? മട്ടൻ മാറ്റി വെച്ച്. ചേച്ചിയുടെ പൈസ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് സ്പെഷ്യൽ കഴിക്കാം. മക്കളോട് ഉള്ളതൊക്കെ മുണിങ്ങിയാ മതി കേട്ടോ.
അയ്യോ ചിക്കൻ പൊരിച്ചതുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എന്ത് പറഞ്ഞാലും ഉണ്ട് കുറെ ചിക്കൻ ചിക്കൻ ചിക്കൻ. നിനക്ക് ചിക്കൻ ഒന്നും മതിയായില്ലേ? ആ നിനക്ക് മതിയാവില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ദൈവം കോഴീനെ സൃഷ്ടിച്ചത് മനുഷ്യന്മാർക്ക് തിന്നാൻ വേണ്ടി മാത്രം? മുട്ടയിടുമല്ലോ. എന്താ അത് തിന്നാറില്ലേ? ആ അങ്ങനെ പറയാം. എന്നാ പിന്നെ അങ്ങനെ സൃഷ്ടിച്ച സാധനത്തിന് നമുക്ക് മേടിച്ചാലോ? എന്തെങ്കിലും കാണിക്കാം. എന്റെ കയ്യിൽ പൈസ ഇല്ല, അത് ഞാൻ ഇപ്പഴേ പറയാം. ഒരു ഫുൾ പൊരിച്ച കോഴിയും 2 ബീഫ് റോസ്റ്റും മേടിച്ചാലോ മക്കളെ? മേടിക്കാം അല്ലേ ശിവ? മേടിക്കല്ലടാ. അല്ലേ ശിവ, നീ ഇതിന് എന്നോട് ചോദിക്കണത്? നിന്റെ ഏത് കാശുണ്ടെങ്കിൽ നീ വാങ്ങുവോ തിന്നോ എന്താ കാണിച്ചോ? എന്താ ശിവ എന്റെ കാശുണ്ടെങ്കിൽ ഇന്ന് ഞാൻ നിന്നോട് ചോദിക്കാൻ ഒരു കാര്യം ചെയ്യും, പ്രത്യേകിച്ച് ഈ കാര്യം. എന്നാ എനിക്ക് വേണം, നീ വാങ്ങിച്ചു തരുമോ? പിന്നെ നിനക്ക് വേണോന്ന് പറഞ്ഞ് മേടിച്ചു തരായിരിക്കും. നിനക്ക് വേണോന്ന് പറഞ്ഞു ഇപ്പൊ പിള്ളേ വേണോന്ന് പറഞ്ഞു. ചേച്ചി മേടിച്ച് കൊടുക്കണ്ടേ? ഓർഡർ 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 ചെയ്യണേ. ഓർഡർ ചെയ്യുന്നതൊക്കെ കൊള്ളാം. രാത്രി വരുമ്പോ ലച്ചു ചേച്ചി കാശ് കൊടുക്കുന്ന എങ്ങാനും പറഞ്ഞ എന്റെ കാര്യം എന്താ? ഞാൻ അതിനോട് ചേച്ചി എടുത്ത് കാശ് കൊടുക്കാൻ പറയുന്നത്? കേട്ടല്ലോ, എല്ലാരും കേട്ടല്ലോ. ഇനി അതിന് എനിക്ക് പങ്കില്ല കേട്ടോ. ഇല്ല. അപ്പൊ നീ ഓർഡർ ചെയ്യും. പക്ഷേ വീണ്ടും ഞാൻ പറയുവാണ്, എന്റെ കയ്യിൽ 5ന്റെ പൈസ ഇല്ല. നിന്റെ 5ന്റെ പൈസയില്ലെന്ന് എനിക്ക് അറിഞ്ഞൂലേ. പക്ഷെ നിനക്ക് വേണമെങ്കിൽ ചേട്ടൻ ഓർഡർ ചെയ്ത് തരും. എങ്ങനെ ഈ ചേട്ടൻ കേട്ടാ? എല്ലാം കൂടെ കൂട്ടി 1,800 രൂപ ആവാൻ ചാൻസ് ഉണ്ട്. 800 കിടക്കല്ലേ ബാക്കി? ആരും ടെൻഷൻ അടിക്കണ്ട, കേശോട്ടൻ പൈസ കൊടുത്തോളൂ. നീ കനകാന്റിക്ക് ഐസ്ക്രീം മേടിച്ചോ? ഇതിന്റെ പേരും പറഞ്ഞാൽ ബഹളം ഉണ്ടാക്കും. എന്തായാലും എല്ലാം ഞാൻ ഓർഡർ ചെയ്യും. ദൈവമേ എന്തരാണോ ടെൻഷൻ അടിക്കണ്ട ചേച്ചി, കേശോന്റെ കാശുണ്ട്. ഞാൻ എന്തിനു ടെൻഷൻ അടിക്കണ്ടേ? അവന്റെ കാശ്, അവൻ ഓർഡർ ചെയ്യണ ഫുഡ് ഓർഡർ ചെയ്തു. ശരിയാ, കേശോന്റെ കാശ്. അമ്മ അങ്ങോട്ട് കോരി കഴി, കനകാന്റി കഴി, ചേച്ചി കഴി ചേച്ചി. അമ്മ കഴിച്ചോണ്ടിരിക്കുന്ന കാണാൻ വയ്യായോ? കഴിക്കുന്ന സൗന്ദര്യം നോക്ക്. അമ്മ പിന്നെ ഞാന് ഇന്ന് ഉച്ചക്കത്തിനുള്ള സ്പെഷ്യൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്തുവാ? ഒരു ഫുൾ പൊരിച്ച കോഴിയും 2 ബീഫ് റോസ്റ്റും. ஆஹா அது நல்லா இருக்கு. അമ്മൂമ്മേ കേശു ഇപ്പൊ പഴയതുപോലെ ഒന്നുമല്ല, ഭയങ്കര റിച്ചാ. கேசு உனக்கு வேலையெல்லாம் கிடைச்சு நீ செட்டில் ஆகி வீடெல்லாம் வச்சு மெர்லினை எல்லாம் திருமணம் செஞ்சு சூப்பரா செட்டப்பா இருக்கும்போது എങ്ങളെയെല്ലാം മറപ്പിയാടാ? ഉറപ്പായിട്ട് മറക്കും. എനിക്ക് വേറെ വേലയില്ലല്ലേ. അല്ല പിന്നെ ആന്റി എനിക്ക് സിമ്പിൾ ലൈഫാണ് ഇഷ്ടം. എന്തൊരു കഷ്ടല്ലേ. ഇവനൊരു നല്ലൊരു ജോലി കിട്ടുകയാണെങ്കിൽ തലേന്ന് ഒഴിവായേനെ. എന്താ ചേച്ചി അങ്ങനെ നോക്ക്? ഞാൻ എന്റെ ചേച്ചിയെ വിട്ടു പോവോ? ചേച്ചി ചേച്ചിയുടെ കാലം കഴിയുന്നിടം വരെ ചേച്ചിക്കൊരു ബാധ്യതയായിരിക്കും ഞാൻ. എന്റെ പുക കണ്ട് അടങ്ങൂലേ? ഉറപ്പായിട്ട്. മോൻ കഴിയമ്മ. ആ ചേച്ചി പിന്നെ ഈ ഒരു 1000 രൂപ എന്റെ ഫ്രണ്ടിന് കൊടുക്കാണ്ടിരുന്നു. എന്റെ 5 പൈസ ഇല്ല. നീ ദൂരത്തടിച്ച കാശൊക്കെ അവൻ അയച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നു. എന്റെ പൊന്നോ, ഞാൻ പറഞ്ഞ സ്വന്തം കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ. ക്യാഷ് ലിക്വിഡ് ക്യാഷ് ആയിട്ടിരിക്കണ്, അക്കൗണ്ട് ഇല്ല. അതുകൊണ്ടല്ലേ പറഞ്ഞ അയച്ചു കൊടു, ഞാൻ തരാം. നീ എനിക്ക് 1000 രൂപ തരും, ഞാൻ എന്റെ അക്കൗണ്ടിൽ നിന്ന് അവന് പൈസ ഇട്ട് കൊടുക്കണം. സെറ്റ്. നമ്മള് പരിപാടിയല്ലേ, കഷ്ടമല്ലേ ഇതിപ്പോ. ബാക്കിയില്ലാതെ ഇത്രയും പൈസ എവിടെ നിന്നാണ് കയ്യില്? അത് ഓടയാതാൻ കനിഞ്ഞ് അനുഗ്രഹിച്ച് തരണല്ലേ, നമ്മള് വേണ്ടെന്ന് പറയുന്നത് എങ്ങനെ? പോയി പൈസ എടുത്തോണ്ടിരുന്നല്ലേ. എന്നാലും അമ്മമ്മേ ഈ പണിക്കൊന്നും പോകാതെ ചെറുക്കൻ്റെ കയ്യിൽ എവിടെ നിന്നാണ് ഇത്രയും പൈസ? ഐസ്ക്രീം തിന്നാ പോരെ, കുഴി എണ്ണണോ? ഓ ഇനി പറപ്പിച്ചു പറപ്പിച്ചുട്ടോട് നാണം കെടുത്താനായിട്ട്. ഊതാനാണ് ഈ പ്ലെയർ ഉണ്ടാക്കി തന്നെ. നീ പറപ്പിക്കടി. പിന്നെ വേണ്ട, പിന്നെ എന്തിനു കാണാനാ? കേശോട്ടാ, ഓ ചേച്ചില്ലേ മെഴുകിനെ പോലെ കിടന്ന് ഓടുന്നു. മെഴുക? അതാരും ഓടുന്നു? വരികയാണോ നീ ഉദ്ദേശിച്ചേ? ഏത് ചേച്ചി? ശിവചേച്ചി. എന്തിനി? എന്തോ തപ്പാണെന്ന് തോന്നുന്നു. അതപ്പട്ടെ പ്രശ്നാവോ? ആന്നും ആയിരിക്കുമല്ലോ, വേറെ എന്തെങ്കിലും ആയിരിക്കും. നീ അവിടെല്ലാം പോയിരുന്ന ചുമ്മാ ആവശ്യമില്ലാതെ. അവിടെ വേറെ എന്തെങ്കിലും തപ്പുമായിരിക്കും, മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. പാറു, നീ ഒരു ബുക്ക് കണ്ടായിരുന്നോ? ഏത് ബുക്ക്? ഒരു ഇംഗ്ലീഷ് നോവല്.
ഞാനൊന്നും കണ്ടില്ല. എടി ഒരു 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 ബ്ലൂ കളറിലൊക്കെ ഒരു പെൺകുട്ടി നടന്നു പോകുന്ന എന്റെ ഫ്രണ്ടിലത്തെ പിക്ചർ ഒന്ന് ആലോചിക്ക് പാറു പ്ലീസ്. ആ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. എവിടെ? അവിടെ കൊച്ച അവിടെ എന്ന് പറഞ്ഞ എവിടെ? ആ കീബോർഡിന്റെ സൈഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. എടി അടിയിൽ വെക്കാനല്ലേ നീ പറഞ്ഞേ, ഞാൻ വെണ്ടി കൊണ്ടിട്ടപ്പോ. നീ അവിടെ തന്നെ അല്ലേ കൊച്ചെടുത്തേ? അവിടുന്ന് തന്നെ. അവളെന്നാലും എന്തിനാണ് ഇപ്പൊ ആ ബുക്ക് തപ്പണേ? നോനം കണ്ടല്ലേ എന്തായാലും. ഈ ബുക്ക് ആരെടുത്തേ? ഞാൻ എടുത്തില്ല. ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ പേജിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24 വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001900156. ഹലോ മോളെ, ഈ ബുക്ക് എടുത്തായിരുന്നോ? മക്കൾ ഒന്നുകൂടെ ആലോചിച്ചു, നീ എടുത്തായിരുന്നു ഈ ബുക്ക്? അവൾ എടുത്തിട്ടുണ്ടാവും, എന്നിട്ട് മറന്നായിരിക്കും. കല്ലു മോളെ, നീ ബുക്ക് എടുത്തോ ഇല്ലയോ? ഡേഡി നീ എന്തിനാ കൊച്ചിനെ വരട്ടണേ? ചേച്ചിയുടെ കയ്യിലിരിക്കുന്ന ബുക്ക് ആരെ എടുത്തേന്ന് ചോദിക്കുന്നു. അത്രേ ഉള്ള അങ്ങ് മാറിക്ക്. മുത്തേ ഈ ബുക്ക് എടുത്തായിരുന്നു? അമ്മ എടുത്തില്ല? സത്യം പറയണം. കണ്ട അവൾ എടുത്തിട്ടില്ല, അവൾ എടുത്തേക്ക് പറഞ്ഞേനെ. അല്ലെങ്കിൽ ബുക്ക് ഇപ്പൊ കയ്യിലുണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം? ചേച്ചി, ഈ ബുക്കിനകത്ത് 2000 രൂപ ഉണ്ടായിരുന്നു, അതിപ്പോ കാണാനില്ല. 2000 രൂപ? ആ എന്റെ കൊച്ചെ പൈസ ഒക്കെ ബുക്കിന്റെ ഇടയിലാണ് വെക്കുന്നത്, വല്ല പേഴ്സിൽ അല്ലെങ്കിൽ അലമാരിക്കകത്തോ വെച്ചുകൂടി? അത് തന്നെ, ബുക്കിന്റെ ഇടയിലാണ് വിലപിടിപ്പുള്ള സാധനം വെക്കണം. പ്രത്യേകിച്ച് പൈസ അതൊക്കെ പറഞ്ഞാൽ ഒരിക്കലും വെക്കാൻ പറ്റില്ല. എന്താ ഇതിനകത്തുണ്ടായിരുന്ന 2000 രൂപ എവിടെയാ? ഇതിനകത്തുണ്ടായിരുന്ന 2000 രൂപ എവിടെയാണ്? ഇതിനകത്ത് 2000 രൂപ ഉണ്ടായിരുന്ന ഞാൻ അറിഞ്ഞില്ലല്ലോ. കേശുവേ, നിന്നോട് ഞാൻ അവസാനമായിട്ട് ചോദിക്കുവാണ്, ഈ ബുക്കിനകത്ത് ഞാൻ വെച്ച 2000 രൂപ എന്തേ? എടാ, ഞാൻ കഷ്ടപ്പെട്ട് സ്വരുക്കൂട്ടിയതും വല്ലവനെ കടം വാങ്ങിയ കാശുമാണ്. തിരിച്ചു കിട്ടിയില്ലെങ്കിൽ എന്റെ വിധം മറിഞ്ഞിട്ടല്ലോ. എവിടെ പോണു മക്കള്? ഇരി എവിടെ? എന്തുവാ, എന്തിനാ ഇവിടെ കിടന്നിങ്ങനെ ബഹളം വെക്കുന്നേ? என்ன சிவா, என்ன பிரச்சனை? അമ്മുമ്മ, ഈ ബുക്കിനകത്ത് ഞാൻ കഷ്ടപ്പെട്ട് സ്വരുക്കൂട്ടിയ 2000 രൂപ വെച്ചിട്ടുണ്ടായിരുന്നു. ആ പൈസ ഇപ്പൊ കാണാനില്ല. എന്റെ ശിവാനി, നീ ആ ബുക്കിന്റെ ഇടയിലല്ലേ പൈസ വെച്ചത്? അത് ആ മുറിയിലെ താഴെ എവിടെയെങ്കിലും വീണ്ടുണ്ടാവും, പോയി നോക്ക്. ചേച്ചി, ഇന്ന് രാവിലെ കൂടെ ഞാൻ എടുത്തു നോക്കിയ പൈസയാണ്. അപ്പൊ അതിനകത്തുണ്ടായിരുന്നു. പൈസ ഇറങ്ങിപ്പോ തനിയെ. പിന്നെ വേറൊരു കാര്യം, ആ പൈസ നീ കിട്ടിയില്ലെങ്കിൽ, അതും ഇപ്പൊ കിട്ടിയില്ലെങ്കിൽ, ഈ വീട് ഞാൻ കത്തിക്കും. നീ എന്തിനാ ചിരിക്കുന്നതല്ലോ? നീ ആയിട്ട് ഇപ്പൊ ഇവിടെ വന്ന് നിന്നാ നമുക്ക് സംസാരിച്ചു തീർക്കാം. ഞാനെങ്ങാനും പിടിച്ചോണ്ട് വന്ന അവിടെന്ന് നിനക്കറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നേന്ന്. വാ. ഈ ബുക്കിനകത്ത് ഞാൻ വെച്ചിരുന്ന 2000 രൂപ എന്തേ? ഈ ബുക്കിനകത്ത് ഞാൻ വെച്ചിരുന്ന 2000 രൂപ എന്തേ? എന്റെ പൊന്നു ശിവ, സത്യമായിട്ടും പാറു എന്റെ ബുക്കും പൈസയും കൊണ്ടുവന്നപ്പോ ഞാൻ പ്രതീക്ഷിച്ചില്ല നിന്റെ പൈസയാണെന്ന്. പിന്നെ ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചില്ല മക്കളെ, നിന്റെ കാശുണ്ടോന്ന്. അപ്പൊ നീ പറഞ്ഞില്ലേ നിന്റെ ഫണ്ട് ഇല്ലെന്ന്. ഞാൻ വിചാരിച്ചു നീ പണ്ട് വല്ല ഇതേപോലെ ബുക്കില് പൈസ വെച്ച് മറന്നുപോയാൽ നിനക്ക് ആവശ്യമില്ലാത്ത വല്ല പൈസ ആയിരിക്കും. അങ്ങനെ മറന്നു വെച്ച ചരിത്രം ഉണ്ടല്ലോ അല്ലേ കല്ലു? കേശു, ഞാനിതൊക്കെ വിട്ടളയാം. നീ എനിക്ക് പൈസ തിരിച്ചേ. ഏത് പൈസ? എടാ, ഈ ബുക്കിൽ നിന്ന് നീ എടുത്ത എന്റെ 2000 രൂപ എനിക്ക് തിരിച്ചതാ. പൈസ താ. എന്താ തീർന്നുപോയി? എവിടെ തീർന്നുപോയി? ഐസ്ക്രീം മേടിച്ചാ? ചിക്കൻ, ബീഫ്, അങ്ങനെ 1000 രൂപ തീർന്നു. പിന്നെ 1000 രൂപ ഉണ്ടായിരുന്നു, ഞാൻ ചേച്ചിക്ക് കൊടുത്തു. എന്റെ പൈസ ഇല്ല. ഇവൻ ആർക്കും അയച്ചു കൊടുക്കുന്നു പറഞ്ഞ് എനിക്ക് തന്നതാണ്.
അപ്പൊ ഞാൻ അയച്ചു കൊടുക്കുകയും ചെയ്ത്. ഇല്ലടാ, കടം മറച്ചതാ. ആ ഇപ്പൊ ആ കാശ് എന്റെ ആട്ടാ, അതിന് തരൂല. നിനക്ക് എന്തിന്റെ പ്രശ്നമാണ് കേശോ? എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അവക്ക് വേണ്ടിട്ട് പൈസ പിരിച്ചോണ്ടിരിക്കുകയാണ്, ഒരാൾ 5000 വെച്ചിട്ട്. ഞാൻ എത്ര നാളായിട്ട് സൂക്ഷിച്ച് സ്വരുക്കൂട്ടി വെച്ച പൈസ എന്നറിയോ? ഇനിയും ബാക്കി കിട്ടാനുണ്ട് 3000 രൂപ. കഷ്ടപ്പെട്ട് അവിടുന്ന് ഇവിടുന്ന് കടം വാങ്ങിയ സൂക്ഷിച്ചു വെച്ചത്. ചോദിച്ചിട്ടെടുത്തൂടാ. ഞാൻ എവിടെ കൊണ്ട് കൊടുക്കോ പൈസ? ബോധവും വിവരമില്ലാത്ത പോലെ കാണിക്കണമെങ്കിൽ നാളെ എനിക്ക് പൈസ കൊടുക്കണം കൊച്ചിന്. നാളെ കൊച്ചിന്റെ അക്കൗണ്ടിലേക്ക് എനിക്ക് പൈസ ഇട്ട് കൊടുക്കണം. നാളെ വൈകിട്ട് ആ കൊച്ചിന്റെ അച്ഛന്റെ ഓപ്പറേഷൻ ആണ്. എനിക്ക് പൈസ ഇട്ടേ പറ്റുള്ളൂ. ഇവിടെ നിന്നാണെന്നൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. എനിക്ക് പൈസ കിട്ടിയേ പറ്റുള്ളൂ.